പ്രണയത്തിന്റെ ആഴക്കടലിലേക്ക് ഇറ്റു വീഴുന്ന അനുഭൂതിയുടെ അനശ്വരമായ ധാര. പ്രണയത്തിന്റെ രുചി. അത് പ്രണയത്തിന്റെ രുചി, കാക്കക്കാട്ടത്തിന്റെ രുചിയാ. കാക്ക സ്ഥിരം നീ എന്താ ഉദ്ദേശിച്ചു വരുന്നേ? അളിയ പോകല്ലേ, എനിക്ക് ഞാൻ പറയുന്ന കേട്ടോ. മഴയാവുമ്പോ ഒരു കൊട പിടിച്ചായിരിക്കും സര വരിക. അപ്പൊ ഞാൻ ഓടിയ കൊടക്കകത്തോട്ട് കയറും. അപ്പൊ ഞാനോ? നീ അതെങ്ങനെയാലൊക്കെ നടന്നു പിണങ്ങാതെ. എന്നിട്ട് ഞാനും സരയെ കൂടെ മുട്ടി ഉരുവി ഒരു കൊടക്കീഴു. ഒടുക്കത്തെ ഫീൽ ആവൂല. ഏത് തെണ്ടിയാണ് ഈ റെയിൻകോട്ട്? അയ്യോ, താങ്ക്സ് ഫോർ ദിസ് ഐഡിയ മാൻ. ഗാദാ, നീ ഇതെങ്ങോട്ടാ? എടാ ഇതിൽ ഇപ്പൊ തന്നെ സ്ഥലമില്ലടാ, നീ വേറെ എല്ലാം കൂടെ വരുമോ? നമുക്ക് പോവാം. അല്ലേലും എനിക്ക് മഴയത്ത് നിന്ന് കരയാൻ ഇഷ്ടം. കാര്യം റോഷ, ഞാൻ പള്ളി വരെ പോയിട്ട് വരാമേ. നിങ്ങൾ ക്ലാസ്സിലെടുത്ത് നോക്കാം, ഞാൻ വന്നിട്ട് തിരിച്ചു. ഓ സോറി. അയ്യോ സോറി, ഞാൻ തമാശ ചെയ്താടോ. സോറിയോ? ഞാൻ മൊത്തം നനഞ്ഞു. ഏയ് അത്ര നനഞ്ഞിട്ടൊന്നുമില്ല. ഗദ, ഇത്ര പെട്ടെന്ന് പള്ളി പോയി വന്നോ? ഞാനേ പള്ളി പോയൊന്നുമല്ല. പിന്നെ നിനക്കൊരു ചാൻസ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചല്ലേ? ശരിക്കും? ആ. ഓഹോ, താങ്ക്സ് കേട്ടാ. സെറ്റ് ആവൂടാ. സെറ്റ് ആക്കണം. നീ സപ്പോർട്ട് ചെയ്യില്ലേ? പിന്നല്ല, ഫുൾ സപ്പോർട്ട് ഉണ്ട്. പിന്നെ നിനക്ക് ലൈനൊന്നുമില്ലേ? അയ്യോ, എനിക്ക് ലൈനൊന്നും വേണ്ടേ. ഓ അതെന്തേ? എനിക്കിങ്ങനെ അടിച്ചു പൊളിച്ച് ഫ്രീ ബേർഡായി നടക്കാൻ ഇഷ്ടം. സന ഇപ്പൊ വരാവേ. അവൾ എത്തിക്കാണോ? അളിയ നീ ടെൻഷൻ അടിക്കാതെ, അവൾ ഇപ്പൊ നമ്മുടെ ക്ലാസ് തന്നെ ഇരിപ്പുണ്ടാവും. ഇരിക്കുവല്ല, നിൽക്കുക. ഞാൻ പറഞ്ഞില്ലേ സയൻസ് ആണെന്ന്. ഗ്രേറ്റ് മാൻ. കാണാൻ കൊള്ളുന്ന പെമ്പിളാരൊക്കെ സയൻസിലാണല്ലേ? ഇപ്പൊ കോമേഴ്സിലുണ്ടെന്ന് മനസ്സിലായില്ലേ? എന്താണ് ഈ സെക്കൻഡ് ബെഞ്ച് ഇങ്ങേറ്റത്തിരിക്കുന്ന കൊച്ചിനെ കണ്ടോ? പ്രിയ, അതെനിക്ക് ഓൾറെഡി സെറ്റ് ആയത്. നീ അതിന്റെ അപ്പുറത്തൊരു കുട്ടി കണ്ട, അനുപമ. നല്ല കുട്ടിയാ. ആണോ? ചെറിയൊരു കോങ്ങണ്ണുള്ളൂ, ഞാൻ സെറ്റാക്കിയത്. കോങ്ങണ്ണുള്ള വാപ്പാക്ക് സെറ്റ് ആക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു നിന്റെ തട്ടൊന്ന് പറഞ്ഞ് കൊമേഴ്സിൽ പോയല്ലേ? പോടാ തെണ്ടി. പെമ്പിള്ളേര് വളരെ കുറവല്ലേ? ക്ലാസ് മൊത്തം ഗേൾസ് വേണമെങ്കിലേ വല്ല ഗേൾസ് സ്കൂളിൽ പോയി പഠിക്കാം. നിനക്കൊരു ചാവാല് സാധനം കിട്ടേണ്ട ജാട കടത്തിണ്ട്. നിനക്ക് അതുപോലും ഇല്ലല്ലോ, ദാരിദ്ര്യം പിടിച്ച് തെണ്ടി. തെണ്ടി. യെസ്, ഇതാണ് എൻ്റെ മലർനീസ്.
സ്റ്റുഡൻസ്, എൻ്റെ പേര് സ്നേഹ. എൻ്റെ വീട് ഇവിടെ അമലാനഗറിലാണ്. ഞാൻ നിങ്ങളുടെ സുവോളജി മിസ്സാണ്. ഇനി എന്തെങ്കിലും അറിയാനുണ്ടോ? അതെ, ടീച്ചറിന് ലൈൻ ഉണ്ടോ? നിന്റെ പേരെന്താ? ഫ്രാൻസിസ് ജെ മണവാളൻ. മോനെ മണവാളാ, നീ ഉച്ചയ്ക്ക് സ്റ്റാഫ് റൂമിലേക്ക് വാ. അപ്പം ഞാൻ നിനക്ക് പറഞ്ഞുതരാം എനിക്ക് ലൈൻ ഉണ്ടോ ഇല്ലയോ കേട്ടോ. ഇപ്പം എന്തായാലും ഇരിക്ക്. താങ്ക് യു മിസ്. എന്നാൽ നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യം ഇവിടെ തുടങ്ങാം. ഹായ്, ഐ ആം മിഷേൽ. മിഷേൽ ആൻഡ് ഡാനിയൽ. മിസൈലാ? എടാ മിസൈലല്ല മിഷേൽ. ഓ, ഐ സ്റ്റഡി ടിൽ 10th ഇൻ US. ഞാൻ വരുന്നത് കുന്നംകുളത്തു നിന്നാണ്. ജോസപ്പേ, കൊച്ചിന് മലയാളം അറിയാം? ഹായ്, ഞാൻ ഗാഥ ജോൺ. ഞാൻ പഠിച്ചത് ലിറ്റിൽ ഫ്ലവർ സ്കൂളിലാണ്. അളിയാ, സ്ഥലം എവിടെയാണെന്ന് തൃശ്ശൂരാ. അളിയാ, വീട്ടില് പപ്പ ഇവള് മറ്റവളെ കട്ട കമ്പനിയാണ്. ആണോ? സ്റ്റാൻഡേർഡിൽ പഠിക്കും. ആദ്യം ഇവളെ സെറ്റാക്കാം. ഓക്കെ, എന്നിട്ട് ഇവളിലൂടെ മറ്റവളെ സെറ്റാക്കാം. ഇത് വല്ല നടക്കുവോ? നടന്നില്ലെങ്കിൽ നടത്തിയിരിക്കും. ഞാൻ ഷിബു സണ്ണി. ഞാൻ നിങ്ങൾക്ക് എടുക്കാൻ പോകുന്ന സബ്ജക്റ്റ് മാത്സ് അല്ലേ സാർ? ആ, എങ്ങനെ മനസ്സിലായി? സാറ് ബോർഡിൽ എഴുതിയത് വായിച്ചപ്പോൾ മനസ്സിലായി. ഡിയർ സ്റ്റുഡൻസ്, എൻ്റെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കുറച്ച് ഉപദേശം തരാം. ഓക്കെ? ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ അനുഭവിച്ചവർക്ക് ഉയർന്ന വിജയം കരസ്ഥമാക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഞാൻ ഡിഗ്രിക്ക് 90% മാർക്കോടുകൂടി പാസ്സായ സമയത്ത് എൻ്റെ കൂടെ പഠിച്ചൊരു സുഹൃത്തുണ്ടായിരുന്നു. അവൻ ഈ അഭിനയപ്രാന്ത് കാരണം ഡിഗ്രിയൊക്കെ പൊട്ടി തേണ്ടി കുത്തുവാളത്തിരിക്കുന്ന സമയത്ത് ഓഡീഷന് പോവാൻ കാശില്ലെന്ന് പറഞ്ഞപ്പോൾ കാതിൽ കടന്ന കടുക്കൻ, അല്ല ചെയിൻ, കയ്യിൽ കിടന്ന ചെയിൻ എടുത്ത് വിറ്റ് സഹായിച്ചത് മറ്റാരുമല്ല, ഞാനായിരുന്നു. ഇപ്പൊ അവൻ വലിയ സ്റ്റാറായി. ഒരു തേങ്ങലോടെ അല്ലാതെ അവനെ എനിക്ക് ഓർക്കാൻ കഴിയില്ല. ഇന്നലെ കഴിഞ്ഞ പോലെ. അതാരാ സാറേ? പറഞ്ഞാൽ നിങ്ങൾ അറിയും. എൻ്റെ നിവിൻ പോളി, ഞങ്ങളുടെ അച്ചായ. എന്താ ചിരിയുന്നെ? നിവിൻ പോളി. ആ, ഞാൻ ചാവും. അല്ല സാറേ, നീമ്പോളി ബിടെക് അല്ലേ? ഡിഗ്രി. ഓ, അവൻ അങ്ങനെയാണോ പറഞ്ഞു കിടക്കുന്നേ? അതൊക്കെ സിനിമയിലെത്തുമ്പോ ചുമ്മാ ഒരു സ്റ്റൈലിന് തള്ളതല്ലേ. അവൻ ഡിഗ്രി പോലും പാസ്സായിട്ടില്ലാന്ന് ഞങ്ങള് ക്ലോസ് ഫ്രണ്ട്സിന് മാത്രമേ അറിയൂ. ഹായ്. ഹായ് കദൂസ്, ഹായ്. ഷാ. പ്രിയ, ഒരു മിനിറ്റ്, ഇപ്പൊ വരാം. ഞാൻ പോയിട്ട് വരാം. ഞാൻ ക്ലാസ്സിലുണ്ടാവേ. ശരി. എവിടെയോ ഉണ്ട്. ഹായ്. 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 ഹലോ. കൈ മാറ്റണം. നിന്ന് ഹായ് പറഞ്ഞ് കളിക്കാതെ കാര്യം ചോദിക്കടാ. അത് പിന്നെ കാര്യോ? എന്ത് കാര്യം? അത് ചോദിക്കണം. അത് പിന്നെ ഓ, അതെ, ഇയാൾക്ക് കോമേഴ്സിലൊരു ഫ്രണ്ട് ഇല്ലേ? തട്ടൊക്കെ ഇട്ടൊരു കുട്ടി. ആ, അവളുടെ പേരെന്താ? ആർക്കാ? ഇവനാ. ഇന്നലെ അവളെ കണ്ടപ്പോ തൊട്ട് ഇവന് മറ്റേതടിച്ചതാ. മറ്റേതോ? അതല്ല, ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. ഓ, യെസ്. അവളുടെ പേരൊക്കെ പറഞ്ഞുതരാം. അതിനു മുന്നേ എന്റെ പേരെന്താന്നറിയോ? അതല്ലേ ഇന്ന് ക്ലാസ്സിൽ വെച്ച് പറഞ്ഞേ. ആ, എന്നാ പറ. എന്തോ ഒരു ദാ വെച്ച് തുടങ്ങുന്ന ഒരു പേരായിരുന്നു. ആ, കിട്ടിപ്പോയി. ദാക്ഷായണി. ചളവാക്കി. ദാക്ഷായണി അല്ലേ? അങ്ങനെയാണെങ്കിലേ എനിക്ക് അവളുടെ പേര് പറയാൻ മനസ്സില്ല. ഹലോ ഗാഥ, എന്തൊക്കെയുണ്ട്? ഹലോ, ഞാൻ വൈശാഖ് പൗരൻ. സ്നേഹമുള്ളവർ പവന എന്ന് വിളിക്കും. ഗാതു എന്നെ പവന എന്ന് വിളിക്കും. ആയിക്കോട്ടെ. എടേ, സ്വന്തം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിന്റെ പേര് പോലും അറിയില്ലേ? എന്തോന്നടേ ഇതൊക്കെ? എന്നല്ലേ നിനക്ക് ഇവന്റെ പേരറിയോ? അതവന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്ത് പോയി ചോദിച്ചു. അവരിപ്പോ ഇവര് ഷാറുഖ് ഖാൻ പേരിട്ടായത്. ഇതൊക്കെയല്ലേ കോലം. സില്ലി ബോയ്സ്. ഗാതു, ഞാൻ പോട്ടെ. നിങ്ങൾ ചോദിച്ച കുട്ടിയുടെ പേര് സന എന്നാ. ഓക്കെ. നൈസ് നെയിം, സന. എന്താ? ഒന്നുമില്ല. ഒന്നുമില്ലാന്നോ? ഇത് പറയാനാണോ എന്നെ ഇങ്ങോട്ട് വിളിച്ചത്? അല്ല, നമ്മ തമ്മില് നമ്മള് തമ്മില്
അല്ല നമ്മൾ തമ്മിൽ ഇത്ര പെട്ടെന്ന് സെറ്റ് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അയ്യാ സെറ്റായിന്നാ? എന്ത് സെറ്റായി? അപ്പൊ നീയല്ല ഇന്നലെ എന്നെ അവിടുന്ന് സൈറ്റ് അടിച്ച് കാണിച്ചേ? ഞാനോ സൈറ്റ് അടിച്ചെന്നോ? എപ്പോ? സൈറ്റ് അടിച്ച് കാണിച്ചില്ല? ഇല്ല, നിനക്ക് തോന്നിയതോ? ഓ തോന്നിയാണല്ലേ. ഒന്ന് വിശ്വസിച്ചു പോടെ തള്ളാതെ വെറുതെ വന്നിരുന്നു. സത്യമായിട്ടും എടാ നീ ആ സ്കൂട്ടർ ഒന്നും അതിലെണ്ണയൊന്നുമില്ല. എടാ ഞാൻ അടിച്ചു തരാടാ. നിനക്കൊന്നും ഇത്ര അത്യാവശ്യം? എടാ ഇന്ന് മറ്റേ ലാബ് ഉള്ളതല്ലേ, ഞാൻ റെക്കോർഡ് എടുത്തില്ല. അതിന്ന് ലാബ് ഇല്ലട പൊട്ട. പിന്നെ ഉച്ചയ്ക്ക് ശേഷം ടീച്ചേഴ്സ് ഡേ പ്രോഗ്രാം. ആടാ ആ പൊട്ട പിയൂണ് വർക്ക് ഡയറക്റ്റ് ചെയ്യുന്ന ടീച്ചേഴ്സിന്റെ നാടകം പാഞ്ചാലി വസ്ത്രാക്ഷേപം. എടാ അപ്പൊ ആരാ പാഞ്ചാലി? അത് നമ്മളെ സ്നേഹ മിസ്സാ. അപ്പൊ ഈ വസ്ത്രാക്ഷേപം എന്നൊക്കെ പറയുമ്പോൾ ഡ്രസ്സൊക്കെ വലിച്ചങ്ങ് ഊരുമായിരിക്കല്ലേ? ഇല്ലടാ, അതിനു മുമ്പേ കൃഷ്ണൻ വന്ന് രക്ഷിക്കൂലേ. കർത്താവേ, കൃഷ്ണൻ വരാൻ ലേറ്റ് ആകണേ. അനീതി വിഹരിക്കുന്ന ഈ സഭയിൽ മൗനിയായി നോക്കി നിൽക്കാനാണ് നമ്മുടെ യോഗം. എങ്കിലും ധർമ്മം ഒരിക്കൽ പരിപാലിക്കപ്പെടുക തന്നെ ചെയ്യും. അന്റെ തോന്നിയ കോമ്പൗണ്ടിൽ നടക്കൂല. അത് പിന്നെ കഥാപാത്രമായിട്ട് മാറിയല്ലേ? എങ്ങനെ കഥാപാത്രം ഇയാള് ഭീഷ്മരല്ലേ? ഞാൻ പറയണ്ടെങ്കില് ഞാൻ ദുരാഗ്രഹിയായി ദുര്യോധനെ അച്ഛൻ്റെ അടിച്ചേ. സോറി സോറി പിടിച്ച് ഭീമനാക്കിയിട്ട്. എടോ തനിക്ക് യാതൊരു ഐഡിയ ഇല്ലല്ലേ? എടോ ഞാൻ മാഷു ഈ പിയൂണാണ് മനസ്സിലായി. ഇതിൽ ആരൊക്കെയാ ഉള്ളത് നിന്നോട് വ്യക്തമായിട്ട് പറയാം, അല്ലാതെ എനിക്ക് മനസ്സിലാവില്ല. അയ്യോ, എന്റെ കന്നി സംവിധാന സംരംഭമാണ്, കുളവാക്കരുത്. കഞ്ഞി സംവിധാനമാണെന്നുള്ള എല്ലാരും പറയുന്നുണ്ട്. മൊത്തത്തിൽ എന്റെ കാസ്റ്റിംഗ് എന്നെ മാറി. കാശിങ്ങനെ എന്താ കുഴപ്പം? എടാ ഇന്റെ ബോഡി ലാംഗ്വേജ് അനുസരിച്ച് ഇന്നെ ബാഹുബലി ആക്കണ്ടേ? മഹാഭാരതത്തിൽ എവിടെയാണോ ബാഹുബലി? അപ്പൊ ബാഹുബലി മഹാഭാരതത്തിലല്ല. എടോ താൻ ഭീമനാണ്, ഭീമൻ. കണ്ടില്ല? ആകെ ടെൻഷൻ ആയല്ലോ. ഇനിയിപ്പോ എന്താ ടെൻഷൻ മാറാൻ എന്റെ ഒരു അടിപൊളി ഐഡിയ ഉണ്ട്. മാറ്റി വന്നേ, വെറുതെ ടെൻഷനൊക്കെ അടിച്ച്. അയ്യോ, മദ്യപാനത്തിൽ ഞാൻ കന്യകനാ. ടെൻഷൻ മാറണ്ടേ? അത് വേണം. ഗ്ലാസ് എടുക്ക്. എവിടെ? ഇത് പൊക്ക്. ഗ്ലാസ് എടു, ഗ്ലാസ് എടു. ടെൻഷൻ ഞാൻ ഇപ്പൊ മാറ്റി തരാം. ട്രൈ അടിച്ചാ? അപ്പൊ ഇതാണ് ട്രൈ. ഇതല്ല ട്രൈ. I am thrilled. ജയ് മഹിഷ്മതി സാമ്രാജ്യം. ഭീഷ്മ പിതാമഹ, കുരുവംശത്തിന്റെ കുലവധുവായ നമ്മെ ഇപ്രകാരം അപമാനിച്ചിട്ടും അധർമ്മം പ്രവർത്തിച്ചിട്ടും അങ്ങെന്താണ് മൗനം പാലിക്കുന്നത്? നിങ്ങൾ കട്ടപ്പൊലുക്കിലും മസിലും പിടിച്ച് നിൽക്കാതെ ഓള് ചോദിക്കുന്നതിന് മറുപടി പറയുന്നു. ഭീമസേന, ദ്രൗപു, അങ്ങും ഇതിന് കൂട്ടുനിന്നോ? എനിക്കറിയില്ല. ഈ പിയൂണെല്ലാം ഇതൊക്കെ എഴുതിണ്ടാക്കി ഒരു സ്റ്റാൻഡേർഡെല്ലാം ഉണ്ടാവുള്ളൂ. ആര്യപുത്ര, യുധിഷ്ഠിര, അങ്ങേക്ക് ഇതെങ്ങനെ മനസ്സ് വന്നു? ദ്രൗപദി ചതിയുടെ ചൂതാട്ടത്തിൽ വികലത പ്രാപിച്ചതാ. വഞ്ചിത കുഞ്ചിതനായി പ്രിയേ. വരൂ പാഞ്ചാലി, വന്ന് നമ്മുടെ തുടയിൽ ആസനസ്ഥയായ. ദേവസേന, നീ ചെയ്തത് തെറ്റ്. സ്ത്രീകളുടെ ദേഹത്ത് കൈവച്ചാൽ വെട്ടേണ്ടത് വിരലുകളല്ല. ഗുരുവായൂരപ്പനല്ല, ബാഹുബലിക്ക് ഭ്രാന്ത് നൽകിയതാ. കണക്കൊക്കെ പിന്നെ പറയാം. എടുക്കുന്നു. ഹരിതേ പറയടി. ഹരിതേ? അതെ. ഡി അങ്ങനെ മാറി നിന്നുള്ള ഫോൺ വിളിയൊന്നും വേണ്ട. ഹരിതയാണമ്മ. ആരായാലും ഇവിടെ ഇരുന്ന് സംസാരിക്കാൻ പറ്റണം, സംസാരിച്ചാ മതി. അസൈൻമെന്റ് അല്ലേ? അത് നീ നാളെ നേരത്തെ വന്നാ മതി. നമുക്ക് ഒരുമിച്ചിരുന്ന് എഴുതാം. നേരത്തെ വരില്ലേ? നേരത്തെ വരണോ? പിന്നെ വരണം. വരാം. ഹിമ
ഇന്നലെ വിളിച്ചപ്പോ എന്തൊരു ചാടായിരുന്നു. ചാട മണ്ണാൻ കട്ട. നിന്നോടായിരുന്നല്ലോ ഫോണിലേക്ക് വിളിക്കാൻ പറഞ്ഞേ. അയ്യോ എന്തു പറ്റി? അമ്മ തൊട്ടടുത്ത് ഇരിപ്പുണ്ടായിരുന്നു. അമ്മ അറിഞ്ഞ അപ്പൊ സ്പോട്ടിൽ അച്ഛൻ അറിയും. അച്ഛനമ്മ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പായില്ലേ? അയ്യടാ, അച്ഛൻ അറിഞ്ഞ എന്താ ഉണ്ടാവാന്നറിയോ? എന്നെ സ്കൂൾ മാറ്റും. അപ്പൊ ഇത് ത്രം സ്കൂളാ? വളിച്ചു കോമഡി. എനിക്ക് പറ്റുമ്പോഴേ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ഓ രാവിലെ തന്നെ തുടങ്ങിയല്ലേ രണ്ടാളും. ഞാനിപ്പോ എത്തിയുള്ളൂ. എനിക്ക് പണ്ടേ അറിയായിരുന്നു നിനക്കേ ഇവനെ ഭയങ്കര ഇഷ്ടമാണെന്ന്. ചുമ്മാ ഞങ്ങളുടെ ചെക്കൻ്റെ സമയം കളഞ്ഞു അല്ലേടാ. ഞാൻ പോവാ. നീ ഇതവിടെ പോവേ? എനിക്ക് റെക്കോർഡ് എടുക്കാൻ പോണം. പോലെ ഞാനുണ്ട്. എടാ ചുമ്മാ അവനെ കളിയാക്കാതെ. അവൻ പാവ. അതിനല്ലേ അവനും പറഞ്ഞേ പാവാടാന്ന്. മിസ്സേ ശുഭിസാറിന്റെ കാറ്റ് പോയ സെക്കൻഡ് അവർ ക്ലാസ് ടെസ്റ്റ് ഉണ്ടാവും പറഞ്ഞേക്ക്. എന്നിട്ട് ഞാൻ യുവമാർക്ക് കാണിച്ചു കൊടുക്കും ആരടാ കാറ്റാ പോയതെന്ന്. ഹോ എന്നാലാ ഉന്മേഷ് മാഷ് ചെയ്ത് ചെയ്തേ മാഷിക്ക് ഇത് ചേരണ്ട് സ്ഥിരാക്കിക്കോ. കഷ്ടണ്ട് കേട്ടോ, ആ പാവത്തിന്റെ പെടലിരിക്കുന്ന കണ്ടില്ലേ? മാഷിന്റെ പടലിൽ പോയതിലല്ല എനിക്ക് സങ്കടം. ശ്രീകൃഷ്ണനായി വന്നിട്ട് മിസ്സിനെ രക്ഷിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അതിന് ഞാൻ നീല പെയിൻ്റൊക്കെ അടിച്ച് 2.5 മണിക്കൂർ നിന്നിട്ട് ഒരു ഡയലോഗ് പോലും കിട്ടില്ല. മാങ്ങാത്തൊലി അടിയും വാങ്ങി വന്നേക്കാണ് മണ്ടൻ. മാഷിനോട് ക്ഷമിക്കണം. ക്യാരക്ടറായി കഴിഞ്ഞാൽ പിന്നെ എന്നെ പിടിച്ചാൽ കിട്ടില്ല. ഈ അവസ്ഥയിൽ മാഷ് കുറച്ച് ലീവ് എടുക്കും. കുട്ടികളുടെ പ്രാർത്ഥന ഉണ്ടാവും, ഞാനും പ്രാർത്ഥിക്കാം. ക്ലാസ് പോവാ സമാധാനത്തിൽ വേറൊന്ന് ചത്താൽ ഈ സ്കൂൾ വിട്ട് പോവില്ല. പിന്നെ ഇന്നലെ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല. എല്ലാ പ്രാവശ്യം എനിക്ക് കണക്കിൽ വട്ടപൂജ ആയതുകൊണ്ട് കണക്ക് മാഷ കാണുമ്പോൾ വെറുപ്പാ. അങ്ങനെ സംഭവിച്ചു ചെയ്താ എങ്ങനെയുണ്ട്? ഗതയത് നന്നായി. വാളാണ് ഞാൻ കുടുങ്ങി പോകുന്നില്ലേ? കലിപ്പിലാണല്ലോ. എനിക്ക് ആരോടും കലിപ്പൊന്നുമില്ല. എന്നാ പിന്നെ എന്തെങ്കിലും പറ. എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതിയോ? പോടാ പട്ടി.